students to our English online class. Previous days we discussed the topic jungle air crash that we completed. Today we are going to discuss its textual questions and textual activities. Let us start. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ജംഗിൾ എയർ ക്രാഷ് എന്നുള്ള പാഠഭാഗം ചർച്ച ചെയ്തു. അത് നമ്മൾ പൂർത്തീകരിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ലെറ്റ് us start. നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Why did the narrator spend a lot of time in the jungle? എന്തുകൊണ്ടാണ് നെറേറ്റർ കുറേ സമയം അവിടെ കാട്ടിലിങ്ങനെ ചെലവഴിച്ചത്? The narrator spent a lot of time in the jungle as her father, an ecologist, and her mother, an ornithologist, carried out their research in the jungle. ഫാദർ ഒരു എക്കോളജിസ്റ്റ് ആയിരുന്നു, അമ്മ ഒരു പക്ഷിശാസ്ത്രജ്ഞയൊക്കെ ആയിരുന്നു. ഗവേഷണ ഫലമായിട്ട് ഭാഗമായിട്ട് അവർ കാടുകളിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ഒരു കഴിവ്, ധൈര്യം, ആത്മധൈര്യം അവർക്ക് കിട്ടിയത്. ഓക്കെ, സെക്കൻഡ് വൺ. വൈ വാസ് ദർ എ ഹോളിഡേ മോഡ് ഇൻ ദ പ്ലെയിൻ? എന്തുകൊണ്ടായിരുന്നു ആ പ്ലെയിനിൽ അവധിയുടെ ഒരു ഭാവത്തിൽ എല്ലാ ആളുകളുമായിരുന്നത്? എവരിബഡി വാസ് റീഡിങ്, ചാറ്റിംഗ് ആൻഡ് എൻജോയിങ് ദ ഫൈറ്റ്. ദർ വാസ് ഹോളിഡേ മോഡ് ഓൺ ദ പ്ലെയിൻ. വായിച്ചുകൊണ്ടിരിക്കുന്നു, ചില ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ആളുകളും ആ ഒരു സമയത്തെ ഫ്ലൈറ്റ് അവർ ആഗ്രഹിക്കുന്നു. എന്തായാലും അത്തരത്തിൽ ആ ഒരു ഭാഗത്തു നിന്ന് മനസ്സിലാക്കാം അതൊരു ഹോളിഡേ മോഡായിരുന്നു എന്നുള്ളത്. തേർഡ് വൺ. വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ്? ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. പ്ലെയിന് പൊങ്ങിയതിന് ശേഷം എന്ത് സംഭവിച്ചു? നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ അത് വിവരിക്കുക. 30 minutes after departure, the plane was over the jungle. Suddenly, it flew into a thunderstorm and it started shaking as if it was a toy. The people were quite afraid and they started to scream and cry. The girl's mother said that it was all over. There was a violent shaking and the girl found herself outside the plane and falling down. 30 മിനിറ്റായിട്ടുള്ളൂ പൊങ്ങിയിട്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്നാണ് ഒരു ഇടിമുഴക്കം വന്നത്. അങ്ങനെ പിന്നീടെല്ലാം കുലുങ്ങി വിറച്ചു. കളിപ്പാട്ടം എന്ന പോലെ ആളുകളെല്ലാവരും ഭയന്ന് നിൽക്കുകയും എല്ലാ ആളുകളും ഉച്ചത്തിൽ അലറി വിളിക്കുകയും കരയുകയും ചെയ്തു. ഇതേ സമയം ആ എഴുത്തുകാരുടെ അമ്മ പറയുന്നത് ഇതോടുകൂടി അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. വയലൻ്റായിട്ടുള്ള ഒരു ഷേക്കിംഗ്, കുലുക്കം തന്നെയാണ് പിന്നീട് അവരെ പതിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ജൂലിയൻസ് മദർ സേ നൗ ഇറ്റ് ഈസ് ഓൾ ഓവർ? എന്തുകൊണ്ടാണ് ജൂലിയൻ്റെ അമ്മ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? കമോൺ. ജൂലിയൻസ് മദർ സെഡ് സോ ബിക്കോസ് ഷീ അണ്ടർസ്റ്റുഡ് ദ പ്ലെയിൻ വാസ് അബൌട്ട് ടു ക്രഷ് ആൻഡ് ദേ വർ ഗോയിങ് ടു ഡൈ. അമ്മയ്ക്ക് മനസ്സിലായി, കാരണം ഇത് തകരാൻ പോവുകയാണ്, മാത്രമല്ല നമ്മളെല്ലാം മരിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ അവരങ്ങനെ പ്രതികരിച്ചത്. വാട്ട് ഡിഡ് ദ ജംഗിൾ ട്രീസ് ലുക്ക് ലൈക്ക് ഫ്രം എബവ്? മുകളിൽ നിന്ന് ആ കാട്ടിലെ മരങ്ങൾ കാണപ്പെട്ടത് എങ്ങനെയായിരുന്നു? ദേ ലുക്ക് ലൈക്ക് കോളിഫ്ലവേഴ്സ്. അവയെല്ലാം കോളിഫ്ലവർ പോലെയായിരുന്നു. സിക്സ്ത് വൺ. വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻ ടു ജൂലിയൻ? എന്താണ് ജൂലിയന് സംഭവിച്ചത്? ഫെൽ ടു ദ ഗ്രൗണ്ട് വിത്ത് ദ സീറ്റ് ഇൻ ടു വിച്ച് ഷീ വാസ് സ്ട്രാപ്ഡ്. സീറ്റോട് കൂടി അവർ താഴേക്ക് പതിച്ചതായിട്ടാണ് കാണുന്നത്. താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. Okay, next one, seventh one. Why was Julian forced to spend the whole night lying under the seat half asleep? എന്തുകൊണ്ടായിരുന്നു അവർ ആ രാത്രി പകുതി ഉറക്കത്തിൽ എന്ന പോലെ ആ സീറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ഉറങ്ങിയത്? എന്തുകൊണ്ടായിരിക്കും? Even though a bump on her head and a gash in her foot didn't give her any pain, she couldn't muster the energy to move or look around, so she spent the night half asleep. അവർക്ക് തലവേദന ഉണ്ടായിരുന്നു, മുറിവുണ്ടായിരുന്നു, കാലിൽ മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വേദന ഉളവാക്കിയിരുന്നു. വരാനോ എനർജി ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല, വേദന കാരണം, അല്ലേ? ചുറ്റും ചലിക്കാനോ സഞ്ചരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ പേടിച്ചു കൊണ്ട് പാതി ഉറക്കത്തിൽ അവരിങ്ങനെ ഉറങ്ങിയത്. നെക്സ്റ്റ് വൺ, 8. വൈ ഡിഡ് ഷീ പിക്ക് അപ്പ് എ ലോങ് സ്റ്റിക്ക്? എന്തുകൊണ്ടാണ് ജൂലിയൻ ഒരു വടിയെടുത്തത്? ജൂലിയൻസ് പാരൻസ് ഹാഡ് ടോട്ട് ഹെർ ദാറ്റ് ഇൻ ദ ജംഗിൾ ദർ വർ poisonous snakes and insects, so she picked up a long stick to probe the ground. ഇപ്പോൾ ജൂലിയൻ്റെ കാട്ടിൽ അവിടെ തരത്തിലുള്ള എല്ലാം വിഷാംശം നിറഞ്ഞ കാര്യങ്ങളാണ്. പാമ്പുകളുണ്ടാവും, അതുപോലെ തന്നെ ചെറുപ്രാണികളുണ്ടാവും,
അപ്പോൾ അതൊക്കെ ഉണ്ട്, വിഷാംശം നിറഞ്ഞ പ്രാണികളാണ് ഇതെല്ലാം. അവയിൽ നിന്ന് രക്ഷ നേടാൻ തൻ്റെ കയ്യിലൊരു വടി അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് വടി എടുത്തത്. 9th one, according to the narrator, big animals are less dangerous than small ones in the jungle. Do you agree? Give reasons. ഇപ്പോൾ എഴുത്തുകാരി പറയുന്നുണ്ട്, വലിയ മൃഗങ്ങൾ പൊതുവെ വലിയ അപകടം ഉളവാക്കുന്നില്ല, ചെറിയ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ചെറിയ ജീവികളാണ് കൂടുതൽ അപകടകാരികൾ. നിങ്ങൾ അതിനോട് യോജിക്കുന്നുവോ? യെസ്, ഇൻ ദ ജംഗിൾ വി ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് സ്മോൾ അനിമൽസ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്പോട്ട് ദം. സം ഓഫ് ദം ആർ എനമസ് ടു. ശ്രദ്ധിച്ച് നടന്നാൽ മാത്രമേ ചെറിയ മൃഗങ്ങളും ചെറിയ ജീവികൾ കാണാൻ പറ്റുള്ളൂ. അവയെ കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ്. അതേസമയം അവയ്ക്ക് വിഷമുള്ളതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിൽ പറയാൻ കാരണം. 10th, why did she find every step in the jungle difficult? അവരെ എല്ലാ സ്ഥലത്തും കണ്ടെത്തി ചുവടുവയ്ക്കുമ്പോഴും എല്ലാം പ്രയാസമായിട്ടാണ് അവർക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ്? overgrown tangled vines on the bank of the stream and huge rotted trunks that barred the way made every step in the jungle difficult for Juliane. ഇപ്പോൾ ഓരോ സ്ഥലത്തും വളർന്ന് പന്തിച്ച് നിൽക്കുന്ന ചെടികളുണ്ട്, കെട്ടിപ്പണിഞ്ഞെടുക്കുന്ന വള്ളികളുണ്ട്, മാത്രമല്ല വലിയൊരു അരുവിയും നിർമ്മിച്ച മരത്തടികളുണ്ട് അവരുടെ വഴിയിൽ. ഇതെല്ലാം അവരുടെ വഴിയെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ്. 11, identify the expression that suggests the narrator had a disturbed sleep at night. സ്വസ്ഥമായിട്ടുള്ള ഉറക്കമാണ് ഉറങ്ങിയിരുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന പ്രയോഗം തിരിച്ചറിഞ്ഞ് എടുത്തെഴുതുക. Come on, the expression I slept fitfully. Okay, that is the expression. 12, what did she find senseless and why? എന്തുകൊണ്ടാണ് അവർ കണ്ടെത്തിയത് അത് വിഡ്ഢിത്തം നിറഞ്ഞതാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ അറിഞ്ഞിട്ട് പോലും അവരങ്ങ് ചെയ്തത്? Okay, she found her cries of help senseless because it was not easy to spot her the plane. Moreover, her voice would not reach the rescue team. തീർച്ചയായിട്ടും അവർക്കറിയാം ഈ കരയുന്നത്, ആ പ്ലെയിനെ നോക്കി കരയുന്നത് വിഡ്ഢിത്തം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും അവർ തന്നെ കാണുകയാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ, ഒരു പഴുതുണ്ടല്ലോ എന്നുള്ള ധാരണയിൽ ആ ഒരു ആശ്വാസത്തിങ്ങനെ വിളിച്ചു കൂവിയത്. മാത്രമല്ല ആരെങ്കിലും ആ കരച്ചിൽ കേട്ടിട്ട് രക്ഷകരാരും വരികയാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടാമല്ലോ എന്നുള്ളത് കൊണ്ടാണ് അവരത്തരത്തിൽ ശബ്ദം വെച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹൗ ഡസ് ഷീ ഡിസ്ക്രൈബ് ദ ജംഗിൾ ഹിയർ? എങ്ങനെയാണ് ഇവിടെ അവർ കാടിനെ കുറിച്ച് വർണ്ണിക്കുന്നത്? ആസ് എ ബാറ്റിൽ ഫീൽഡ് ഓൺ വിച്ച് റോട്ട് ആൻഡ് ഗ്രോത്ത് മാർച്ച് ഹാൻഡ് ഇൻ ഹാൻഡ്. ബാറ്റിൽ ഫീൽഡ്, ഒരു യുദ്ധക്കളത്തെ പോലെയാണ് അവർ ആ ഒരു കാടിനെ അവിടെ വിവരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വെൻ ഡിഡ് ഷീ റിസ്ക് സ്വിമ്മിങ് ഇൻ ദ റിവർ? അവർ പുഴയോട് ഇങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ട് നീന്തുന്നുണ്ട്. എപ്പോഴായിരുന്നു അത് അങ്ങനെ അത്തരത്തിൽ അവർ പ്രയാസപ്പെട്ട് നീന്തിയത്? വെനർ ഷീ ഹാഡ് ഗുഡ് വ്യൂ ഓഫ് തിങ്സ് ഹാഡ് ഷീ റിസ്ക്ഡ് സ്വിമ്മിങ്. ഓരോ ഭാഗത്തേക്ക് പോകുന്തോറും അവർക്ക് മുന്നോട്ട് നീന്തുന്ന സമയത്ത് വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു നിമിഷം തന്നെയായിരുന്നു അപ്പോൾ. 15th one, when did she feel that she could escape from the jungle? തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴാണ് താനിപ്പോൾ കാട്ടിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള കാര്യം അനുഭവപ്പെട്ടത്? She saw a boat moored on the river bank and then there was a path leading to a small hut. Then she felt that she could escape from the jungle. തീർച്ചയായിട്ടും അവിടെ ചതുപ്പ് നിലത്തിൽ ഒരു ചെറിയൊരു ബോട്ട് കണ്ടു. ആ ബോട്ട് തന്നെയാണ് അവിടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായത്. തീർച്ചയായിട്ടും അത് നയിക്കുന്നത് അവിടെ ഒരു വഴി കണ്ടു, റിവർ ബാങ്ക് ചതുപ്പിനെ കണ്ടു, അവിടെ ബോട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു വഴിയുണ്ട്. ആ വഴി നയിക്കുന്നത് ഒരു കുടിലേക്കാണ്. എന്തായാലും അത് കണ്ടപ്പോഴാണ് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി പഴുത് കിട്ടിയെന്ന് അവർ മനസ്സിലാക്കി. സ്ക്രീമിംഗ് ഓഫ് മങ്കീസ് ആൻഡ് ദ സ്ക്രീച്ചിങ് ഓഫ് പാരക്കീറ്റ്സ് ഡിസപ്പോയിൻറ്റഡ് ഹെർ. വൈ? അവിടെ കുരങ്ങന്മാരുടെ കരച്ചിലും തത്തകളുടെ കൂക്കിവിളിയൊക്കെ നിരാശയാക്കി. എന്തുകൊണ്ട്? ഷീ വാസ് ലിസണിങ് ഫോർ ഹ്യൂമൻ വോയിസസ് ബട്ട് what she could hear was the screaming of monkeys and the screeching of parakeets, so she was disappointed. കാരണം അവർ ആഗ്രഹിച്ചത് മനുഷ്യൻ്റെ ശബ്ദങ്ങളായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ ശബ്ദങ്ങൾക്ക് പകരം രക്ഷപ്പെടാനുള്ള ആ ഒരു പഴുത് നോക്കി നടന്ന സമയത്ത് കേൾക്കുന്നത് ഈ കുരങ്ങന്മാരുടെയും തത്തകളുടെയും ശബ്ദം മാത്രമാണ്. അതുകൊണ്ടാണ് അവർ നിരാശയായത്. നെക്സ്റ്റ് വൺ. കമൻറ്റ് ഓൺ the attitude of the narrator when she says, but I didn't want to take the boat which belonged to someone else. അവർ പറയുന്നുണ്ട് മറ്റാരുടെയോ ബോട്ടാണ് അത്, അപ്പം അതുകൊണ്ട് താനത് എടുക്കുന്നില്ല, തനിക്കത് ആവശ്യമില്ല എന്ന് പറയുന്നതിൽ അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, മനോഭാവത്തെക്കുറിച്ച് വാക്യത്തിൽ എഴുതുക. ഹി വാസ് ക്വൈറ്റ് ഹോണസ്റ്റ് എന്ന് വെച്ചാൽ അവർ സത്യസന്ധയായിരുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ 17th question. Next one, 18. Why did the men let out
an exclamation on seeing her. എന്തുകൊണ്ടാണ് അവരെ കണ്ട ഉടനെ ആശ്ചര്യപ്പെട്ടത്? എന്തുകൊണ്ടായിരിക്കും അവർ എക്സ്ക്ലെയിം ചെയ്യുന്നത്? The men let out exclamation on seeing her as they never expected to see a survivor. തീർച്ചയായിട്ടും ആളുകൾ കണ്ടോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ അവർ ഒരിക്കലും മനുഷ്യനെയും അവിടെ കാണുമെന്ന് പ്രതീക്ഷയല്ല, ഒരു രക്ഷകരെയും കാണുമെന്ന് പ്രതീക്ഷയല്ല, എങ്കിലും അവർ കണ്ടു, അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ ആശ്ചര്യപ്പെട്ടത്. How did the men help her? എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ആ വേട്ടക്കാരെ സഹായിച്ചത്? The men let out an exclamation on seeing her as they never expected to see a survivor. രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ ആ ആളുകൾ സഹായിച്ചത്. The men washed her with saltwater and put salve on her wounds. They also made fruit mash for her. ആ ഉപ്പുവെള്ളം കൊണ്ട് അവർ കഴുകി കൊടുത്തു. മാത്രമല്ല അവർക്ക് കുടിക്കാൻ വേണ്ട ഫ്രൂട്ട് മാഷ് ഉണ്ടാക്കുകയും ചെയ്തു. What was the bad news that she heard after her escape? താൻ രക്ഷപ്പെട്ടതിന് ശേഷം അവർ കേൾക്കുന്ന ഒരു മോശമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്തായിരുന്നു ആ വാർത്ത? That is the death of her mother. തൻ്റെ അമ്മയുടെ മരണമായിരുന്നു ദുഃഖകരമായ വാർത്ത. Next one, let's revisit and reflect. I have always enjoyed flying, says the narrator. Would you like to fly? Give reasons. ഞാൻ എപ്പോഴും പറക്കാൻ ആഗ്രഹിച്ചിരുന്നു. കാര്യം വരുന്നുണ്ട്. നിങ്ങൾ പറക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? Give reasons. എന്തുകൊണ്ടാണ്? Yes, I would love to fly. ഞാൻ ഇഷ്ടപ്പെടുന്നു. When I fly, I feel like a bird. തീർച്ചയായിട്ടും ഞാൻ പറക്കുന്ന സമയത്ത് പക്ഷി പറക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടും. ഐ ഫീൽ ലൈക്ക് ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡ്. അങ്ങനെ പറക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് ലോകത്തിൻ്റെ നെറുകയിലാണ്, മുകളിലാണ് എന്നായിരിക്കും. ഇറ്റ് ഗിവ്സ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു കണക്ട് വിത്ത് ദ ക്ലൗഡ്സ് ആൻഡ് ദ സ്കൈ ആൻഡ് ഡിസ്കണക്ട് ഫ്രം ദ എർത്ത്, ഇറ്റ്സ് നോയ്സ് ആൻഡ് പൊല്യൂഷൻ. തീർച്ചയായിട്ടും ഇതൊരു അവസരമാണ്. ഇത് ഭൂമിയിൽ നിന്ന് വേർപെടുകയും അതോടൊപ്പം തന്നെ ഇവിടെ മേഘങ്ങളോടൊപ്പം ആകാശത്തോടൊപ്പം ചേർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണത്. മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ ശബ്ദങ്ങളും മലിനീകരണവും എല്ലാം അതിൽ നിന്നുള്ളൊക്കെ ഒരു ഡിസ്കണക്ഷൻ കൂടിയാണ് ഈ ഒരു പറക്കൽ. ഫ്ലൈയിങ് ഈസ് എ ഫൺ. പറക്കൽ എന്താണ്? ഒരു ഫൺ, തമാശയാണ്. ബിക്കോസ് ഇറ്റ് ടേക്സ് മീ ടു ന്യൂ പ്ലേസസ്. കാരണം പറക്കുന്നത് പുതിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഫ്ലൈയിങ് ഗീവ്സ് മീ എ ചാൻസ് ടു ഇമാജിൻ ആൻഡ് മേക്ക് ന്യൂ സ്റ്റോറീസ്. ഇത്തരത്തിലുള്ള പറക്കലുകൾ എനിക്ക് പുതിയ ഭാവനകൾ കൊണ്ടുവരുന്നു. പുതിയ ഭാവനയുടെ ലോകം തുറക്കുമ്പോൾ അവിടെ പുതിയ കഥകൾ ഉണ്ടാകുന്നു. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ്. ഫ്ലൈയിങ് ഗീവ്സ് മീ എ ചാൻസ് ടു എക്സ്പീരിയൻസ് ദ ഫുൾ ബ്യൂട്ടി ഓഫ് ദ എർത്ത്. തീർച്ചയായിട്ടും ഭൂമിയുടെ മൊത്തത്തിലുള്ള മനോഹാരിത അനുഭവം നൽകാനുള്ള ഒരു അവസരം കൂടി നൽകുന്നുണ്ട്. ടു എക്സ്പീരിയൻസ് ദ മൊമെൻറ്റ് ഓഫ് ത്രിൽ വെൻ ദ എയർപ്ലെയിൻ സ്പീഡ്സ് ഡൗൺ ദ റൺവേ ആൻഡ് ദെൻ റൈസസ് ഇൻ ടു ദ എയർ. തീർച്ചയായിട്ടും അതൊരു വേറിട്ട ഒരു അനുഭവം തന്നെ ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ. അതുകൊണ്ടൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള രൂപത്തിൽ പറയുന്നത്. വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീംസ് ഇൻ ദ ജംഗിൾ. വൈ? തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴാണ് കാട്ടിൽ ഒറ്റപ്പെടുന്നത്, ആ കാട്ടിൽ ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കി പോവേണ്ടത് അരുവികളെയാണ്, കാട്ടരുവികളെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? ബിക്കോസ് ദാറ്റ് streams is lead to the river and river is lead to any roads such a way anybody can escape from there. പത്രത്തിൽ അങ്ങനെ പോവുകയും അത് അരുവിയിലെത്തിപ്പെടുകയും ബന്ധിപ്പിക്കുന്നത് പുഴയെയും, പുഴ പിന്നീട് ജനവാസ കേന്ദ്രങ്ങളിലേക്കും റോഡുകളിലേക്കും എത്തും. അങ്ങനെ അതുവഴി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ്. വാട്ട് മൈറ്റ് ഹാവ് സേവ്ഡ് ജൂലിയൻസ് ലൈഫ്. എന്താണ് അവരുടെ ജീവനെ രക്ഷപ്പെടുത്തിയത്? എന്തായിരിക്കും? ദാറ്റ് ദ മെസ്റ്റിസോ ഓഫ് ദാറ്റ് ജംഗിൾ. Okay, and her confidence and her valor and her determination. ഇതൊക്കെയാണ് അവരെ രക്ഷപ്പെടുത്തിയത്. Okay, next one. Activity number 1. Juliane followed certain measures to save herself when she was alone in the jungle. List the measures and state the reasons. അപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിവിധ സ്റ്റെപ്പുകൾ തുടരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തതെന്നുള്ള രൂപത്തിൽ എഴുതുക. 2 columns സ്റ്റെപ്സ് ഫോളോഡ്. ആ സമയത്ത് അവർ തുടർന്ന ചില ചുവടുകൾ, സ്റ്റെപ്പുകൾ, എന്തുകൊണ്ടത് സ്വീകരിച്ചു എന്നുള്ള കാര്യം ഇതേപോലെ എഴുതുക. എക്സാമ്പിൾ, സി പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക്. ആ സമയത്ത് അവർ സ്വീകരിച്ച ഒരു കാര്യമാണ് ബിക്കോസ് ഷീ വാണ്ടഡ് ടു പ്രോബ് ദ ഗ്രൗണ്ട്, അവോയ്ഡ് സ്നേക്ക്, പോയ്സണസ് സ്പൈഡേഴ്സ് ആൻഡ് ആൻഡ്സ്. അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ വടിയെടുത്തത്. നെക്സ്റ്റ് വൺ, ലുക്ക്ഡ് ഫോർ സ്ട്രീം. അടുത്തൊരു സ്റ്റെപ്പായിരുന്നു ലുക്ക്ഡ് ഫോർ സ്ട്രീം. ഷീ കുഡ് സെർച്ച് സ്ട്രീംസ് വേർ പീപ്പിൾ മേ ലീവ്ഡ്. പത്രത്തിൽ അതിൻ്റെ
തീരങ്ങളിൽ ആളുകൾ താമസിക്കുന്നുണ്ടാവാം, അതുകൊണ്ടാണ് അവർ അത് തേടിപ്പോയത്. വേഡഡ് ത്രൂ വാട്ടർ, അങ്ങനെ വകഞ്ഞു മാറ്റുന്നുണ്ട് ആ ഒരു ജലത്തെ. എന്തിനാ അങ്ങനെ വകഞ്ഞു മാറ്റിയത്? ഷീ വേഡഡ് ടു ദ റോട്ടഡ് ട്രങ്ക്സ് ബിക്കോസ് ഷീ വാണ്ട് ടു ഹെഡ് ഇൻ വെരി ഗുഡ് മാനർ. നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അവർ സ്വീകരിച്ചത്. ദെൻ വൈ, എന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണത്? ദ റോട്ടിംഗ് ലീവ്സ് കുഡ് ഹൈഡ് എ സ്നേക്ക് ഓർ എ പോയ്സണസ് തോൺ ബാക്ക് ക്രാബ്. അപ്പോൾ ഇവിടെ ചീഞ്ഞളിഞ്ഞ ഇലകൾ, അതുപോലെ തന്നെ പാമ്പുകളൊക്കെ ഇത്തരത്തിലുള്ള മുള്ളിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവും, ഇലകളുടെ പിറകിലൊക്കെ ഉണ്ടാവും. അത് ഒരു കാരണമാണ്. അപ്പോൾ ആ ഒരു ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓക്കെ, ദ നെക്സ്റ്റ് വൺ, കെയർഫുള്ളി വാച്ച്ഡ് എവറിത്തിങ് ആൻഡ് ദാറ്റ് ഈസ് ഹെൽപ്ഡ് ഹെർ മോസ്റ്റ്. അപ്പോൾ അതാണ് അവരെ കൂടുതൽ രക്ഷപ്പെടുത്തിയത്. അടുത്ത സ്റ്റെപ്പ്, എല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ പതിയാണ്, സ്ലോലിയാണ് അവർ നടക്കുന്നത്, കാരണം ഇതെല്ലാം ഉണ്ടാവുന്നതുകൊണ്ടാണ്. കിട്ടി ടു ദാറ്റേഴ്സ് വി സോ ജൂലിയൻ സർവൈവ്ഡ് എ പ്ലെയിൻ ക്രാഷ്. നമുക്കറിയാം വിമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ലൈക്ക് പ്ലെയിൻ ക്രാഷസ്, ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ഓൺ റോഡ്സ് ആൻഡ് precious leaves are most lost every day. What steps should we take to prevent accidents on roads? റോഡുകളിൽ അപകടം ഉണ്ടാകുന്നുണ്ട്. ആ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ്? Some more examples are given. Come on, first one, steps we should take. Why? Always keep a safe distance from the vehicles in front of you. നിങ്ങളുടെ വാഹനത്തിന് മുമ്പ് നിൽക്കുന്ന വാഹനത്തിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് വേണം വാഹനം ഓടിക്കാൻ. വൈ, എന്തുകൊണ്ടാണ്? എനേബിൾസ് ഈസി ബ്രേക്കിംഗ്, അവോയ്ഡ് കൊളീഷൻ. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനും പെട്ടെന്നുള്ള ആഘാതം നമുക്ക് കുറയ്ക്കുവാനും കഴിയും. ഓൾവേസ് കീപ് ലെഫ്റ്റ് ഓൺ ദ റോഡ്സ് വെൻ യു ഡ്രൈവ്. തീർച്ചയായിട്ടും നമ്മൾ വാഹനങ്ങൾ ഓടിച്ചു പോകേണ്ടത് വശത്തു കൂടിയാണ്. ഹാവ് എ പ്രോപ്പർ വിഷൻ ഓഫ് ദ പെഡസ്ട്രിയൻസ്. അപ്പോൾ ഇത്തരത്തിൽ കാൽനട യാത്രക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, അതുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. വിയർ ഹെൽമെറ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്. നമ്മൾ സീറ്റ് ബെൽറ്റ്, കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് ടു വീലറിലൊക്കെ ധരിച്ചുകൊണ്ട് വേണം പോകാൻ. കാരണം റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇഞ്ചുറി, ആഘാതത്തിൻ്റെ, മുറിവിൻ്റെയൊക്കെ, പരിക്കിൻ്റെയൊക്കെ ആ ഒരു തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഓൾവേസ് കീപ് മോഡറേറ്റ് സ്പീഡ്. ഒരു മീഡിയം സ്പീഡിൽ വേണം നമ്മൾ പോകാൻ. എന്തുകൊണ്ടാണ്? ദെൻ വെഹിക്കിൾ ക്യാൻ ബി ഈസിലി കൺട്രോൾഡ്. അങ്ങനെ ഒരു മീഡിയം സ്പീഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് വാഹനത്തെ നിയന്ത്രിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, യൂസ് ഡിം ലൈറ്റ് അറ്റ് നൈറ്റ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിം ലൈറ്റാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹെൽപ്സ് അതർ ഡ്രൈവേഴ്സ് ടു ഡ്രൈവ് സേഫ്ലി. മറ്റുള്ള ആളുകൾക്ക് സുരക്ഷിതമായ രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ അത് സഹായിക്കും. ഡു നോട്ട് യൂസ് ആൽക്കഹോൾ, ഡ്രഗ്സ് ആൻഡ് ഓൾ. അല്ലേ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ആൽക്കഹോൾ, മരുന്നുകൾ, മയക്കുമരുന്നുള്ള ഇതൊന്നും, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. വൈ? ദാറ്റ് ഈസ് ഹെൽപ്പ് അസ് ടു ടേക്ക് പ്രോപ്പർ ഡിസിഷൻ. നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ കഴിയും. മറ്റ് അബോധാവസ്ഥയിലായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല, അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. Okay, these are the things, that's all. The next one, activity 3. One of the factors that helped Juliane survive the crash was her ability to swim. Look at the picture from a flood affected area in Kerala. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം ഘടകങ്ങൾ നമ്മുടെ ജൂലിയൻ്റെ ആ ഒരു രക്ഷപ്പെടലിനെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നീന്താൻ അവർക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ജംഗിളിൽ പെട്ടുകഴിഞ്ഞാൽ, കാട്ടിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്നുള്ള ആ കാര്യങ്ങൾ അവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, മുൻകരുതലുകൾ അവരെടുത്തതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം നോക്കുക. നമ്മുടെ കേരളത്തിൽ പ്രളയം ബാധിച്ചു. ആ ബാധിച്ച അതിനെ ബേസ് ചെയ്തിട്ടുള്ള, അതിനെ സൂചിപ്പിക്കുന്ന ഒരു പിക്ചറാണ് താഴെ. വൈൽ കേരള വാസ് ഫേസിംഗ് ദ ഫ്ലഡ് ഡിസാസ്റ്റർ, ദ ഫിഷർമാൻ പ്രൂവ്ഡ് ടു ബി റിയൽ ഹീറോസ് റെസ്ക്യൂയിങ് മെനി ലീവ്സ്. അങ്ങനെ കേരളത്തിൽ വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായപ്പോൾ തീർച്ചയായിട്ടും അവിടെ മുക്കുവരാണ്, ഫിഷർമാനാണ്, അവരാണ് തെളിയിച്ചു. കാരണം പല ജീവിതങ്ങളെയും രക്ഷപ്പെടുത്തിയത് ഈ മുക്കുവരാണ്. ഓക്കെ, മുക്കുവന്മാരാണ് ഇത്തരത്തിൽ രക്ഷപ്പെടുത്തിയത്. ലിസ്റ്റ് ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷർമാൻ ടു ബിക്കം ദ സർവൈവർ ഓഫ് ഫ്ലഡ് വിക്ടിംസ്. ഇത്തരത്തിൽ എന്തെല്ലാം ഘടകങ്ങളായിരിക്കും അവരെ സഹായിച്ചിട്ടുണ്ടാവുക? എബിലിറ്റി ടു റൈഡ് ബോട്ട്സ്, അവർക്ക് ബോട്ട് ഓടിക്കാനുള്ള കഴിവുണ്ട്. സ്വിമ്മിങ് സ്കിൽ, അവർക്ക് നീന്തുവാനുള്ള കഴിവുണ്ട്, അവർ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇത് എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫിഷർമാൻ സേവ്ഡ് മെനി ലീവ്സ്. ഇത്തരത്തിലുള്ള ആളുകളുടെ സിമ്പതി, സഹാനുകമ്പ തന്നെയാണ് ധാരാളം ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. പ്രിപ്പയർ റൈറ്റപ്പ് ഓൺ ദ ടോപ്പിക് കേരള ഡിസാസ്റ്റർ റിലീഫ്, റൈസ് ഓഫ് ദ സൺസ് ഓഫ് ദ സീ ആസ് സൂപ്പർ ഹീറോസ് ഇൻ ദ ഓഷ്യൻ ഹ്യൂമാനിറ്റി. കടലിൻ്റെ മക്കൾ സൂപ്പർ ഹീറോസാണ്. ഇപ്പോൾ കേരളത്തിലുണ്ടായ ദുരന്തത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവരെ
ആളുകൾ രക്ഷപ്പെടുത്തി സൂപ്പർ ഹീറോകളായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഈ നമ്മുടെ മുക്കുവരെ അവരെ സൂപ്പർ ഹീറോസ് ആവുകയും കഠിന മക്കളാകുന്ന അവരെ സൂപ്പർ ഹീറോസ് ആവുകയും ചെയ്തു. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ കാര്യത്തെക്കുറിച്ച് ഇവിടെ ചെറിയ ഒരു കുറിപ്പ് എഴുതുകയാണ് വേണ്ടത്. See, there is a model. Then see, during a natural disaster like flood, we should act intelligently to minimize damage to life and property. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് കുറയ്ക്കുവാനും സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ജീവനും സ്വത്തിനുമൊക്കെയുള്ള ആ ഒരു നാശം നമ്മൾ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. Hence, it is better to think that what to do and what not to do beforehand, so that we won't panic during such disasters. ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, പരിഭ്രാന്തരാകാൻ പാടില്ല. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് ഡു ഓർ ഡു നോട്ട് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ നേരെ 2 ഓപ്ഷൻ കാണാം. ഡു ഓർ ഡു നോട്ട്, ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടതല്ലേ എന്നുള്ള പ്രസ്താവന നോക്കിയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഡു എന്ന കോളത്തിൽ ടിക്ക് മാർക്ക് ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ ഡോണ്ട് എന്നുള്ള കോളത്തിലും ടിക്ക് മാർക്ക് ചെയ്യുക. കമോൺ, ഫസ്റ്റ് വൺ, ലിസൺ ടു ഓൾ വാർണിംഗ്സ് ആൻഡ് അനൗൺസ്മെൻറ്റ്സ് കെയർഫുള്ളി. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ അറിയിപ്പുകളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. യെസ്, ദാറ്റ് ഈസ് ഡു, ചെയ്യേണ്ടതാണ്. സ്റ്റേ ഓൺ റിവർ ബാങ്ക്സ് വെൻ ദ റിവർ ഈസ് ഫ്ലഡ്. വെള്ളപ്പൊക്കത്തിലേക്ക് ഇങ്ങനെ വെള്ളം കൂടി വരുന്ന സമയത്ത് നമ്മൾ അപ്പുറം അവിടെ ഇങ്ങനെ ഈ പുഴയുടെ തീരത്ത് നിൽക്കണം. ചെയ്യേണ്ടതാണോ പാടില്ലാത്തതാണോ? ചെയ്യാൻ പാടില്ലാത്തതാണ്, ഡോണ്ട്. അപ്പോൾ അവിടെ ഡോണ്ട് എന്ന കോളത്തിൽ മാർക്ക് ചെയ്യാം. വാക്ക് ഓർ ഡ്രൈവ് അക്രോസ് ദ ഫ്ലോയിങ് ഫ്ലഡ് വാട്ടർ. തീർച്ചയായിട്ടും വെള്ളം ഒഴുകുന്ന ഈ ഒരു പുഴയിലൂടെ നടക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്തു പോവുകയോ നടക്കുകയോ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. യെസ്. ക്യാരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, പേഴ്സണൽ ഐറ്റംസ് ആൻഡ് വാല്യുബിൾ അപ്പ് സ്റ്റേഴ്സ് ഓർ ടു എ സേഫർ പ്ലേസ് ഡ്യൂറിങ് ഫ്ലഡ്. നമ്മുടെ ഈ ഒരു വെള്ളപ്പൊക്ക കാല സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ വിലപ്പെട്ട വസ്തുക്കൾ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളെല്ലാം നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് മാറ്റേണ്ടതല്ലേ? യെസ്, ചെയ്യേണ്ടതാണ്. യെസ്. സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ് വെൻ യു ആർ ഇൻ നീഡ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മറ്റുള്ള ആളുകളുടെ സഹായം നമുക്ക് തേടാം. യെസ്, ചെയ്യേണ്ടതാണ്. ടേക്ക് ആസ് മെനി തിങ്സ് ആസ് പോസിബിൾ ഫ്രം ഹോം വൈൽ എസ്കേപ്പിംഗ് ഫ്രം ഫ്ലൈറ്റ്. ഡിസ്കസ് ഇൻ ദ ക്ലാസ് ദ അതർ ഡൂസ് ആൻഡ് ഡോൺസ് വി നീഡ് ടു ഫോളോ ഡ്യൂറിങ് എ കലാമിറ്റി. പിന്നെ എന്തൊക്കെയാണ് ഒരു പ്രകൃതി ദുരന്തം വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടാത്തുള്ള കാര്യങ്ങൾ, അത് ഇതേപോലെ നമ്മൾ ചേർത്തെഴുതുക. ഓക്കെ, സി. നെക്സ്റ്റ് വൺ, ഈ National Disaster Management Authority is conducting a webinar on the topic how to stay safe from natural disasters. Based on the points listed, prepare a paper for the webinar. ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ അവിടെ ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ്. വെബിനാറിൻ്റെ വിഷയം ഇതാണ്: ഹൗ ടു സ്റ്റേ സേഫ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ സുരക്ഷിതരായിരിക്കാം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വെബിനാറാണ് തയ്യാറാക്കേണ്ടത്. ബേസ്ഡ് ഓൺ ദ പോയിൻറ്റ്സ് ലിസ്റ്റഡ്, പ്രിപ്പയർ എ പേപ്പർ ഫോർ ദ വെബിനാർ. വെബിനാർ എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? എ വെബിനാർ ഈസ് എ സെമിനാർ കണ്ടക്റ്റഡ് ഓൺ ദ ഇൻ്റർനെറ്റ്, ആൻഡ് ഓൺലൈൻ സെമിനാർ. ഓൺലൈൻ വഴിയുള്ള ഒരു സെമിനാറിനെ നമ്മൾ എന്ത് പറയുക? വെബിനാർ എന്ന് പറയുക. വെബിനാർ അതെന്ത് തന്നെയാണ്? ഒരു സെമിനാറാണ്. അത് നടത്തുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് വഴിയാണ്. അത്തരത്തിലുള്ള ഓൺലൈൻ സെമിനാറിനെയാണ് നമ്മൾ എന്ത് പറയുക? വെബിനാർ എന്ന് പറയുക. Okay, next one, for let's read the news report of the Juliane survival that appeared in one of the prominent newspapers. വളരെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണ് താഴെ കൊടുത്തുള്ളത്. ജൂലിയൻ്റെ രക്ഷപ്പെടലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂസ് ആണത്. ന്യൂസ് റിപ്പോർട്ട് നമുക്ക് നോക്കാം. Headlines, that is miracle happen. Byline, staff reporter. Dateline, January 4, 1971. Lead, Tournavista. Juliane Kopke, a 16-year-old girl, miraculously survived after her plane hit a storm, went into a nosedive and crashed in the Amazon forest on Christmas Eve. She is the sole survivor of the Lanza Flight 508 crash that killed 92 passengers, including her mother and all the crew members. She somehow managed to drop 2 miles through the air and survived the dangerous terrains of the Amazon forest all alone.
Though shaken, she could recollect falling with the seat belt digging into her stomach after a thunderstorm ripped apart the plane. Okay, this is body of the news report. The next one again body of the news report, that is, yesterday 3 hunters discovered and rescued Kopke after 11 days of her ordeal in the rainforest. One of the hunters said, "We heard about the crash but never expected to see a survivor. It was unbelievable. Necessary medication was given and then she was transported to the US mission base at Pukalpa for further treatment." The doctor who looks after her said the sheer grit and determination she showed reaffirms invincibility of the human spirit. This is quote. Okay, these are the things we should include in a ന്യൂസ് റിപ്പോർട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ടിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഹെഡ്ലൈൻ വേണം, ബൈലൈൻ വേണം, ഡേറ്റ് ലൈൻ വേണം, ലീഡിംഗ് വേണം, ബോഡി വരണം, ദെൻ കോട്ടിങ്സ്. ഇത്രയും അടങ്ങുന്നതാണ് ഒരു ന്യൂസ് റിപ്പോർട്ട്. ദെൻ ബി, ലെറ്റ്സ് നൗ അനലൈസ് ദ ന്യൂസ് റിപ്പോർട്ട് ആൻഡ് ഫിൽ ഇൻ ദ എലമെൻറ്റ്സ്. താഴെ കൊടുത്തിരിക്കുന്ന ഈ ന്യൂസ് റിപ്പോർട്ട് നമ്മൾ വിശകലനം ചെയ്തു. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില എലമെൻറ്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. വിട്ട ഭാഗത്ത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. 3 columns, elements, then functions or features, then example. Come on. അപ്പോൾ ഇങ്ങനെ കുറച്ച് കോളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കോളങ്ങൾ ഉചിതമായ രീതിയിൽ ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, യെസ്. വാട്ട് ഈസ് ദാറ്റ്? ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ ഈസ് വാട്ട്? ഫംഗ്ഷൻ. അതിൻ്റെ ധർമ്മം എന്താണ്? ക്യാച്ചാണ്. ദെൻ എക്സാമ്പിൾ, അതിന് ഉദാഹരണമാണ് ഹാപ്പൻ എന്നുള്ളതാണ് ഹെഡ്ലൈൻ. ദെൻ ബൈലൈൻ. ബൈലൈൻ എന്തായിരുന്നു? ഓക്കെ, ഓതർഷിപ്പാണ്. ഫംഗ്ഷൻ ഓതർഷിപ്പാണ്. അതിലെന്താണ് വരുന്നത്? സ്റ്റാഫ് റിപ്പോർട്ടറാണ്. ഓക്കെ, ഡേറ്റ് ലൈൻ. ഡേറ്റ് ഓഫ് ഹാപ്പനിങ്, എന്നാണ് സംഭവിച്ചത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് അവിടെ എഴുതുക. ജനുവരി 4, 1971. ദെൻ ലീഡ്. ലീഡ് വരുന്നത് ആൻസർ ദ 5 Ws. അതിന് 5 ഉത്തരങ്ങൾ നൽകണം നമ്മൾ. വാട്ട്, വെൻ, വേർ, വൈ, വു ഓർ ഹൗ. അപ്പോൾ ഇത്തരത്തിലുള്ള 5 WH ക്വസ്റ്റ്യൻസിന് നമ്മൾ ഉത്തരം കൊടുക്കണം. ഓക്കെ, വാട്ട് ഈസ് ദ പ്ലെയിൻ ക്രാഷ്? ദ പ്ലെയിൻ ക്രാഷ്. വേർ, വൈ, വെൻ, എപ്പോഴത് സംഭവിച്ചത്? ഓൺ ദ ക്രിസ്മസ് ഈവ് അല്ലേ, 1971. വേർ. ഓക്കെ, അപ്പോൾ വെൻ ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞു. ഓൺ ദ ക്രിസ്മസ് ഹാപ്പൻഡ്. ദ പ്ലെയിൻ ഹിറ്റ് എ സ്റ്റോം. കൊടുങ്കാറ്റിൽ വീഴ്ച സംഭവിച്ചത്. ഓക്കെ, വേർ എവിടെ? വിസ്റ്റ. ഓക്കെ, ഈസ് വു. ജൂലിയൻ 16-year-old ഗേൾ. ഹൗ, എങ്ങനെ സംഭവിച്ചു? ഷീ വാസ് ത്രോൺ ഔട്ട് ഓഫ് ദ പ്ലെയിൻ, സ്റ്റോം ഹിറ്റ്. അതാ. ദ നെക്സ്റ്റ് വൺ ബോഡി റിപ്പോർട്ട് എന്തായിരുന്നു? ഗീവ് എ ക്ലിയർ പിക്ചർ. ഓക്കെ, ഹ്യൂമൻ സ്പിരിറ്റാണ്. അതുപോലെ തന്നെ ദറ്റ് ഈസ് ഗീവ് എ ക്ലിയർ പിക്ചർ. നരേഷൻ ഇൻ എ ക്യാച്ചി സ്റ്റൈൽ. ഓക്കെ, അതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആഡ്സ് ടു ദ സീൻ ഫീലിംഗ്. എന്താണ് സംഭവങ്ങൾ ചേർത്ത് എഴുതാൻ വേണ്ടത്? കോട്ടിങ്സ്. കോട്ടിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കോട്ടിങ്, യെസ്. ദ ഷിയർ ഗ്രിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ ഷീ ഷോഡ് റിഫേംസ് ദ ഇൻവിൻസിബിലിറ്റി ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ്. അപ്പോൾ അതൊക്കെയാണ് കോട്ട്. ഫിഷർമെൻ who rescued the lives of thousands of flood victims were honored by the government of Kerala for their selfless brave deeds. അപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ആളുകളെയാണ്, ജീവിതങ്ങളെയാണ് തിരിച്ചു പിടിച്ച് കരയിലേക്ക് എത്തിച്ചത് നമ്മുടെ മുക്കുവര്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും ഗവൺമെൻറ്, കേരളത്തിൻ്റെ സൈന്യം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവരുടെ ധൈര്യപരമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ആദരിക്കപ്പെടുകയും ചെയ്തു. യു were one of the news reporters present at the event. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന സമയത്ത് നിങ്ങളവിടെ ഉണ്ട്, നിങ്ങളാണ് അതിൻ്റെ ന്യൂസ് റിപ്പോർട്ടർ എന്ന് സങ്കല്പിക്കുക. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഹൈലൈറ്റിംഗ് ദ സർവീസ് ഓഫ് ദ ഫിഷർമാൻ. അപ്പോൾ അവിടെ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അവരുടെ അതിനെ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ന്യൂസ് റിപ്പോർട്ടാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഹെഡിങ് വരണം, സ്റ്റാഫ് റിപ്പോർട്ടർ, ഡേ ടു ഡേന്, ലീഡിങ്, ബോഡി, കോട്ടിങ്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഐ തിങ്ക് ഓൾ ഓഫ് യു ഗോട്ട് ദ ഐഡിയ അബൌട്ട് ദിസ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. ദ കമ്മിങ് ഡേ വി ക്യാൻ ഡിസ്കസ് the new topic. Still wait. Have a nice day. Thank you.